ജിബിൻ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പി ജെ ജോസഫ് 10 തവണ വിജയിച്ച മണ്ഡലം. 2026 പി ജെ ജോസഫ് മത്സരത്തിനില്ല. മകൻ അബു ജോൺ ജോസഫാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വേണ്ടി മത്സരിക്കുന്നത്, UDF വേണ്ടി മത്സരിക്കുന്നത്. 2026 തൊടുപുഴയിൽ എന്താണ് സാഹചര്യം? ഇത്തവണ തൊടുപുഴ എങ്ങോട്ട് ചെരിയും? 1957 തൊടുപുഴ നിയമസഭാ മണ്ഡലം രൂപീകൃതമായത്. അതിനുശേഷം പല വാശിയേറിയ മത്സരങ്ങളും കണ്ടൊരു മണ്ഡലം കൂടിയാണ് തൊടുപുഴ. മലയോര പശ്ചാത്തലമുള്ള കാർഷിക സംസ്കാരമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. പലപ്പോഴും കേരള കോൺഗ്രസ് ആയിരുന്നു അവിടെ വ്യക്തമായ മേധാവിത്വം സൃഷ്ടിച്ച് മുന്നോട്ട് പോയത്. 1991 2001 PT തോമസ് മത്സരിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ പി ജെ ജോസഫിന് കേരള കോൺഗ്രസിന് വ്യക്തമായ മുൻതൂക്കമുള്ള ആധിപത്യമുള്ള ഒരു മണ്ഡലമാണ് തൊടുപുഴ. ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ 2026 എത്തുമ്പോഴും അന്നുണ്ടായിരുന്ന അതേ മേധാവിത്വം ഇന്നും അവിടെ പുലർത്താൻ സാധിക്കുന്നുണ്ട്. കാരണം പി ജെ ജോസഫിൻ്റെ സാന്നിധ്യം എല്ലാ കാലത്തും അവർക്ക് വ്യക്തമായ ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അബു ജോൺ ജോസഫാണ് UDF സ്ഥാനാർത്ഥി മത്സരരംഗത്തുള്ളത്. LDF സ്ഥാനാർത്ഥിയായിട്ട് സിറിക് ചാഴികാട്ടൻ എത്തുമ്പോൾ 2020 സ്ഥാനാർത്ഥിയായി റോയ് വാരിക്കാടാണ് എത്തുന്നത്. അപ്പോൾ ഒരു വാശിയേറിയ മത്സരം നമുക്ക് ഇത്തവണയും സാക്ഷ്യം വഹിക്കാൻ പറ്റും. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള കേന്ദ്ര പാർട്ടികൾ തമ്മിലുള്ള രണ്ടൊരു മത്സരം. പാലായും കടുത്തുരുത്തിയും കഴിഞ്ഞ അടുത്തൊരു മണ്ഡലമാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ ഒരു വാശിയേറിയ മത്സരം തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മളിപ്പോൾ പഴയ ഒരു ചരിത്രത്തിലേക്ക് പോകുമ്പോഴത്തേക്കും 1957 60 പഴയ തൊടുപുഴ മണ്ഡലത്തിൽ നിന്ന് MLA ആയത് കോൺഗ്രസിൽ നിന്നുള്ള CA മാത്യു ആയിരുന്നു. അതിനുശേഷം 1967 സ്വതന്ത്രനായി മത്സരിച്ച KC സക്കറിയ അവിടുന്ന് വിജയിച്ച് നിയമസഭയിൽ എത്തുന്നുണ്ട്. 1970 മുതൽ പി ജെ ജോസഫിൻ്റെ തേരോട്ടമായിരുന്നു തൊടുപുഴ കണ്ടത്. അതിനുശേഷം ഒരു പി ജെ ജോസഫ് വ്യക്തമായ ആധിപത്യത്തോടെ മുന്നോട്ട് പോകുന്ന കാണുന്നുണ്ട്. അതിനുശേഷം ഇവർ തമ്മിലുള്ള കേരള കോൺഗ്രസ് പാർട്ടി വരുന്നു. കേരള കോൺഗ്രസുമായിട്ടുള്ള ബന്ധമൊക്കെ 2000 ശേഷം ഉണ്ടാകുന്നുണ്ട്. ആ സമയത്തൊക്കെ ജോസഫ് ഒരു നിർണായക ശക്തിയായിട്ട് കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുണ്ടായ സമയമാണ്. നമ്മൾ 91 2001 PT തോമസ് തൊടുപുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അതൊഴിച്ചാൽ വ്യക്തമായ ഒരു ആധിപത്യം ജോസഫിന് ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ് അന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ. ആ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ചിത്രം? ജിബിൻ, നമുക്ക് കഴിഞ്ഞ ഒരു 2 തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കാം. 2011 മത്സരിച്ചപ്പം അന്നും പി ജെ ജോസഫ് ആയിരുന്നു കേരള കോൺഗ്രസ് M ആയിരുന്നു അന്ന് മത്സരിച്ചത്. അന്ന് കേരള കോൺഗ്രസ് പി ജെ ജോസഫിന് 66,000 വോട്ടായിരുന്നു കിട്ടിയത്. 22,000 ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത്. അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ജോസഫ് അഗസ്റ്റിനായിരുന്നു മത്സരിച്ചത്. അദ്ദേഹത്തിന് 43,457 വോട്ട് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നടന്ന 2016 തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ 16 പി ജെ ജോസഫിന്, അന്നും പി ജെ ജോസഫ് കേരള കോൺഗ്രസ് M ആയിരുന്നു. പി ജെ ജോസഫും ജോസ് കെ മാണിയുള്ള സമയമായിരുന്നു. അന്ന് ഒരുമിച്ചായിരുന്നു അവർ. അന്ന് പി ജെ ജോസഫിന് കിട്ടിയ ഭൂരിപക്ഷം വലിയൊരു ഭൂരിപക്ഷമായിരുന്നു. 45,587 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പി ജെ ജോസഫ് തൊടുപുഴ മണ്ഡലത്തിൽ ജയിച്ചു കയറുന്നത്. അന്ന് പി ജെ ജോസഫ് പിടിച്ചത് 76,177 വോട്ടായിരുന്നു. അന്ന് LDF സ്ഥാനാർത്ഥി റോയ് വാരിക്കാട്ട് 30,977 വോട്ടായിരുന്നു പിടിച്ചത്. അതിനുശേഷം 2021 നടക്കുമ്പോഴത്തേക്കും അവിടെ നമുക്കറിയാം കേരള കോൺഗ്രസ് പിളറിവാണ്. ജോസ് കെ മാണി LDF പോകുന്നു, പി ജെ ജോസഫ് UDF കൂടെ വരുന്നു. അങ്ങനെ അവിടെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്ന ഒരു വേദിയായി മാറുകയാണ് തൊടുപുഴ. അങ്ങനെ തൊടുപുഴയിൽ 20,259 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പി ജെ ജോസഫ് ജയിച്ചു കയറുകയാണ്. അവിടെ കേരള കോൺഗ്രസ് M വേണ്ടി മത്സരിച്ചത് പ്രൊഫസർ KI ആൻ്റണിയാണ്. 47,236 വോട്ട് മാത്രമാണ് അവിടെ നേടാൻ സാധിച്ചത്. 67,495 വോട്ടുകൾ നേടി പി ജെ ജോസഫ് ജയിച്ചു കയറുകയായിരുന്നു. ഇതായിരുന്നു തൊടുപുഴയുടെ ഒരു പശ്ചാത്തലം, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലം. എന്താണ് ഇത്തവണ? അപ്പു ജോസഫ് ഇല്ലാത്ത ഒരു മത്സരമാണ്. മകൻ അബു ജോൺ ജോസഫാണ്. തൊടുപുഴയിൽ ഇപ്പോഴത്തെ അബു ജോണിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ശ്രദ്ധ നേടുന്നത്? ഇപ്പം കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു നിമിഷത്തിൽ പോലും ജോസഫ് മത്സരിക്കുമോ എന്നുള്ളൊരു ആശങ്ക പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം മത്സരരംഗത്തുണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നത്. പക്ഷേ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് 2021 തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരുന്നു. കാരണം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവുമായിട്ട്
പിരിയുകയും ജോസ് കെ മാണി വിഭാഗം LDFിലേക്ക് പോവുകയും ഇവർ UDFിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയും ചെയ്തൊരു വർഷമായിരുന്നു 2021. ആ സമയത്ത് ജോസഫ് തന്നെ മത്സരിക്കുമെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ജോസഫ് തന്നെ മത്സരിച്ചു. കാരണം അത്ര ഒരു നിർണായക ഘട്ടത്തിൽ ജോസഫിനെ മാറ്റി നിർത്തി ഒരു പരീക്ഷണം നടത്താൻ കേരള കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അത് UDFിൽ നിന്നും അതിനൊരു സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോസഫ് മാറി നിൽക്കരുത് എന്നൊരു അഭിപ്രായം UDFിൽ നിന്നും ആ സമയത്ത് ഉയർന്നിരുന്നു, കോൺഗ്രസിൽ നിന്ന് ഉയർന്നിരുന്നു. ആ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2026 എത്തുമ്പോൾ ഇവിടെ എത്തുന്ന അദ്ദേഹത്തിന് ജോസഫിൻ്റെ മകനായിട്ടുള്ള അപ്പുവാണ് എത്തുന്നത്. അപ്പുവിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയൊന്നുമല്ല. കേരള കോൺഗ്രസിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഈ ഒരു മെയിൻ സ്ട്രീമിലേക്ക് എത്തിയിട്ടില്ല, മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് അധികം അവതരിച്ചിട്ടില്ല. പല കാര്യങ്ങളിലും അദ്ദേഹം ജോസഫ് മുമ്പിൽ നിൽക്കുമ്പോൾ ജോസഫിന് പിന്നിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അതേ കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും പാർട്ടി ഹൈ പവർ കമ്മിറ്റി അംഗവുമാണ് ഇപ്പോൾ. അപ്പം പാർട്ടിയുടെ ഒരു കീഴ്ത്തട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിച്ച് ഇത്രയും നാളും സജീവ രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ 2026 എത്തുമ്പോഴത്തേക്കും ജോസഫ് മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അപ്പുവിനെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം കേരള കോൺഗ്രസിൽ നിന്നുണ്ടാവുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മത്സരത്തെ കാണുമ്പോഴത്തേക്ക് അപ്പുവിന് വ്യക്തമായ മേധാവിത്വം ഉണ്ട്. കാരണം അപ്പുവിനെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം പാർട്ടിക്കുണ്ട്. കാരണം ജോസഫിൻ്റെ മകനാണ്. അദ്ദേഹം നിയമസഭയിലേക്ക് ആദ്യമായിട്ട് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കന്നി മത്സരമാണ്. അപ്പോൾ ഈ ജോസഫ് സ്വാഭാവികമായിട്ടും നമുക്ക് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഒരു പാർട്ടിയാണ്. അപ്പോൾ ഈ ഭാവിയിലാണെങ്കിലും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അപ്പുവാണ്. അപ്പോൾ അപ്പുവിൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പാർട്ടിയെ സംബന്ധിച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പരാജയം എന്നൊരു വാക്ക് പോലും അവർ അവിടെ പ്രതീക്ഷിക്കുന്നില്ലൊന്നുമില്ല. വിജയം തന്നെ ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ രാഷ്ട്രീയ ഒരു നിലവിലത്തെ അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ തൊടുപുഴ പോലുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ ഈഴവ വോട്ടുകളുണ്ട്, മുസ്ലിം ലീഗിന് വോട്ടുകളുണ്ട്, അതുപോലെ BJPക്ക് വ്യക്തമായ വോട്ടുകളുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അത് തെളിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അപ്പുവിനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചും UDFിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചും നിർണായകമായ കാര്യങ്ങൾ. ആ കാര്യത്തിൽ അവർ എല്ലാ രീതിയിലും അവർ മത്സരരംഗത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം ജോസഫിൻ്റെ മകൻ വരുമ്പോൾ ഈ മറുവശത്ത് തൊട്ടടുത്ത് അല്ലെങ്കിൽ നമുക്ക് പറയാം പാലാ നിയമസഭാ മണ്ഡലത്തോട്ട് വരുമ്പോൾ അവിടെ ജോസ് കെ മാണി ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ജോസ് കെ മാണിയുടെ മത്സര സാന്നിധ്യം ഈ സ്വാഭാവികമായിട്ടും തൊടുപുഴയിലും പ്രതിഫലിക്കും. കാരണം അടുത്തടുത്ത മണ്ഡലങ്ങളാണ്. പണ്ട് ഇവരെല്ലാവരും ഒരേ ചേരിയിലുണ്ടായിരുന്നതാണ്. കേരള കോൺഗ്രസ് എമ്മിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KM മാണി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമനായിരുന്നു PJ ജോസഫ്. അത്രയ്ക്കും പാർട്ടിയിൽ അവർ സ്വാധീനം ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ജോസഫ്. അദ്ദേഹത്തിൻ്റെ മകൻ മത്സരരംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നിയമസഭയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉറച്ചൊരു ആത്മവിശ്വാസം കോൺഫിഡൻസും അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയും ചെയ്യും. കാരണം ഈ തവണ നമ്മളിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് BJP വോട്ട് നില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2020 കാര്യമുണ്ട്. അതുപോലെ നമ്മൾ പറയുന്നത് വെച്ചാൽ ലീഗിന് വ്യക്തമായ വോട്ടുള്ള ഒരു സ്ഥലമാണ് തൊടുപുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അപ്പുവിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ 2020 സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാത്രം നമുക്ക് ഇത്ര വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ LDF സ്ഥാനാർത്ഥി എത്രത്തോളം വോട്ട് പിടിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ആകാംക്ഷ തന്നെയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ തൊടുപുഴയിൽ എപ്പോഴും ഒരു കേരള കോൺഗ്രസ് പാർട്ടികൾ തമ്മിൽ ഒരു മത്സരം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടു. 2021 കണ്ടു. 2026 കേരള കോൺഗ്രസ് പാർട്ടികൾ തമ്മിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഇവർ ഒരുമിച്ചായിരുന്നു. 2016 തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ജോസഫും ജോസ് കെ മാണി, അന്ന് KM മാണി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവർ ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ ഈ 2026 വരുമ്പോൾ ആ ഒരു പശ്ചാത്തലമല്ല. ജോസഫ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ പിൻവാങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. KM മാണി അന്തരിച്ചു. അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഈ നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് കെ മാണി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ പാർട്ടി ചെയർമാനായിട്ട് മുന്നിൽ നിന്ന് നയിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ജോസഫിൻ്റെ മകനായിട്ടുള്ള അപ്പു തന്നെയാണ് പാർട്ടിയെ നയിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യം അവർക്ക് മുന്നിലുണ്ട്. അതനുസരിച്ച് തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പിനോട് മുമ്പ് പിന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പല മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അപ്പുവിനോട് ചോദിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി അദ്ദേഹം അവിടെ പറയുന്നില്ല. അപ്പോൾ ഈ ജോസഫിൻ്റെ തീരുമാനം
എന്നുള്ളൊരു അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനം എന്നാണ് അപ്പു പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നത്. പക്ഷെ അവിടെയും ഒരു തീരുമാനത്തിൽ ഏറെക്കുറെ എത്തിയിരുന്നു. കാരണം അപ്പു മത്സരിക്കട്ടെ, അപ്പു മത്സര രംഗത്തേക്ക് വരട്ടെ എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. കാരണം ജോസഫ് നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ 2021 പോലും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. 2026 വരുമ്പോൾ അദ്ദേഹത്തിന് തീർത്തും വയ്യാത്തൊരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറി നിൽക്കുന്നു. അപ്പു മത്സരരംഗത്തേക്ക് വരുന്നു. അപ്പു മത്സരരംഗത്തേക്ക് വരേണ്ട സമയം ഏറെക്കുറെ അതിക്രമിച്ചതുമാണ്. അദ്ദേഹം ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം സാന്നിധ്യമായിരുന്നു, പാർട്ടിയിലൊരു സാന്നിധ്യം തന്നെയായിരുന്നു. പക്ഷെ സജീവ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ ഫ്രണ്ടിലോട്ടൊന്നും അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം ജോസഫിൻ്റെ നിഴലിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരു വിജയം എങ്ങനെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ വ്യക്തമായൊരു ആധിപത്യം കേരള കോൺഗ്രസ്സിന് തൊടുപുഴ മണ്ഡലത്തിലുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ് നിലവിൽ രാഷ്ട്രീയ പശ്ചാത്തലം. തൊടുപുഴ പോലെയുള്ളൊരു മലയോര മണ്ഡലത്തിലെ ഒരു ജനങ്ങളുടെ ഒരു ഇതുണ്ട്. അവർക്ക് എപ്പോഴും തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരമുണ്ട്. അവരുടേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു മലയോര കർഷകരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ അവതരിപ്പിക്കാറുണ്ട്. അതിൽ വ്യക്തമായൊരു നിലപാടും അവർക്കുണ്ട്. അതുപോലെ തന്നെ സഭയുടെ ഒരു ഇടപെടലൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ലീഗിൻ്റെ വോട്ട് നിർണായകമാണ്. BJP എത്രത്തോളം വോട്ട് പിടിക്കും, എൻ്റെ 2020 സ്ഥാനാർത്ഥിയാണ് അവിടെയെങ്കിലും അദ്ദേഹം എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ള കാര്യവും നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ജീവൻ നമുക്കിപ്പം തൊടുപുഴയിലെ സാഹചര്യത്തെക്കുറിച്ച് ജീവൻ വിശദമായിട്ട് പറഞ്ഞു. അപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ തൊടുപുഴയിൽ അപ്പുവിന് അനുകൂലമാണ്. കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തൊടുപുഴയിൽ നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന 13 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. അതിനകത്ത് തൊടുപുഴ നഗരസഭയുണ്ട്, ഒപ്പം 12 പഞ്ചായത്തുകളുണ്ട്. നമുക്കിപ്പം ആ ഫലങ്ങളിലേക്ക് കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എന്തുകൊണ്ടാണ് സാഹചര്യങ്ങൾ അപ്പുവിന് അനുകൂലമാണെന്ന് നമുക്ക് വിശദമാകാൻ പറ്റും. അപ്പം തൊടുപുഴ നഗരസഭ ഭരിക്കുന്നത് UDF ആണ്. ഇപ്പം ക്ലിയർ മജോറിറ്റി UDF-നുണ്ട്. 2020 UDF തൊടുപുഴ അവർക്ക് മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിലും വിമത ശല്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിമതന്മാരെ LDF-ന് പിന്തുണ കൊടുത്ത് അവിടെ LDF വരുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാരുടെ പിന്തുണയോടെ വീണ്ടും LDF അവിടെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം മുസ്ലിം ലീഗുകാർ അവസാന സമയത്ത് 2020 ആ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അടുത്ത സമയത്ത് അങ്ങനെ അവിടെ UDF വീണ്ടും ഭരണം പിടിക്കുകയായിരുന്നു. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അങ്ങനെ തൊടുപുഴ നഗരസഭ UDF തന്നെ പിടിച്ചെടുക്കുന്ന അവിടെ ഒരു സമവായമുണ്ട്, ധാരണയുണ്ട്. അവിടെ സീറ്റ് ലീഗ് ചെയർപേഴ്സൺ ആവും, അങ്ങനെ കോൺഗ്രസിന് കൊടുക്കുന്നുണ്ട്. ഒരു ധാരണ പ്രകാരമാണ് അവിടെ ഇപ്പോൾ ഭരണം തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഈ 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ തൊടുപുഴ നോക്കുവാണ്. തൊടുപുഴ ഇപ്പോൾ UDF ഭരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടവെട്ടിയുണ്ട്, ഇടവെട്ടിയിലും UDF ഭരിക്കുന്നു. കരിമണ്ണൂരിൽ UDF-നാണ് മേൽക്കൈ. അതുപോലെ ഇപ്പം കരിങ്കുന്നത്തും UDF-നാണ് മേൽക്കൈ. കൊടികുളത്തും UDF-നാണ് മേൽക്കൈ. കുമാരമംഗലത്തും UDF-നാണ് മേൽക്കൈ. മണക്കാട് കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അവിടാണ് ഈ 2020 സാന്നിധ്യം. ഞാനിപ്പോൾ പറഞ്ഞ 13 തദ്ദേശ സ്ഥാപനങ്ങളിലും അതിനകത്ത് കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലും UDF-നാണ് മേൽക്കൈ. അതോടൊപ്പം എന്നാൽ ഒരിടത്ത് LDF-നും ഒരിടത്ത് 2020-ക്കുമാണ് മേൽക്കൈ. അവിടെയാണ് 2020-യുടെ സാന്നിധ്യം തൊടുപുഴയിൽ ശ്രദ്ധേയമാകുന്നത്. അപ്പോൾ ഈ മണക്കാട് പഞ്ചായത്ത് 2020-ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. അവിടെ 2020-ക്ക് 6 സീറ്റുണ്ട്. നേരത്തെ 2020-ലെ തെരഞ്ഞെടുപ്പിലെ UDF-ന് മേൽക്കൈ ഉണ്ടായിരുന്ന പഞ്ചായത്തായിരുന്നു അത്. അവിടെ ഇപ്പോൾ മണക്കാട് ഭരിക്കുന്നത് 2020 പാർട്ടിയാണ്. അടുത്തത് മുട്ടം പഞ്ചായത്തിലാണ് LDF ഭരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുറപ്പുഴ UDF ഭരിക്കുന്നു, ഉടുമ്പന്നൂരും UDF ഭരിക്കുന്നു, വണ്ണപ്പുറത്തും UDF ഭരിക്കുന്നു, വെള്ളിയാമറ്റവും UDF ഭരിക്കുന്നു, ആലക്കോടും UDF ഭരിക്കുന്നു. അങ്ങനെ UDF-നൊരു സർവാധിപത്യമുള്ളൊരു മണ്ഡലമായി, അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ കൂടുതൽ കൗൺസിലർമാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ UDF-നൊരു നല്ല ആധിപത്യമുള്ള മണ്ഡലമാണ് ഈ തൊടുപുഴ. അതാണ് തൊടുപുഴയിലെ ഇപ്പോഴത്തെ നമ്മളിപ്പം ഈ അബുവിനുള്ള സാഹചര്യങ്ങൾ എത്രമാത്രം അനുകൂലമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു തൊടുപുഴയിലെ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തൊടുപുഴയിൽ ലീഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. UDF-ന് മുന്നണിയുള്ളിൽ തന്നെ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചാണ് ഇപ്പം തൊടുപുഴ നഗരസഭയുടെ ഭരണം തന്നെ UDF പിടിച്ചെടുത്തിരിക്കുന്നത്. 2020 സംഭവിച്ച കാര്യങ്ങളൊക്കെ പരിഹരിച്ച് അവർ കൃത്യമായിട്ട് ഇനിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അവർ ചർച്ചയോട് ധാരണയായിട്ടുണ്ട്. അതൊക്കെ പരിഹരിച്ച ശേഷമാണ് അവർ തൊടുപുഴ നഗരസഭയും പിടിക്കുന്നത്. അപ്പം മൊത്തത്തിൽ സാഹചര്യങ്ങളൊക്കെ അബുവിന് അനുകൂലമായിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ അപ്പുവിൻ്റെ കാര്യം ദീപ് ഇപ്പം പറഞ്ഞു. അപ്പം ഈ അപ്പുവിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ മത്സരരംഗത്തേക്ക് വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സമയത്തിൽ
ഒരു എതിർപ്പുണ്ടായിരുന്നു. മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അപ്പു വരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ ഒരു വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. കാരണം വെച്ചാൽ തനിക്കെതിരെ അന്ന് ഉയർന്ന ഒരു ആരോപണം, അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എന്നുള്ള ആരോപണത്തെ അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ പാർട്ടിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ച് പാരമ്പര്യമുണ്ട്, കേരള കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് പാരമ്പര്യമുണ്ട്. തനിക്കെതിരെ ഉയർന്ന ഒരു ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നതാണോ അല്ലയോ എന്ന് ഒരു വ്യക്തമല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആദ്യം സ്ഥാനാർത്ഥിയാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വിമർശനങ്ങളെ അത് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോസഫ് മുൻകൈ എടുത്ത് തന്നെ നടത്തിയ ചർച്ചകളിലൂടെ ഇടപെടലിലൂടെ ആ ഒരു പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതോടുകൂടെ ആ പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന ഒരു എതിർപ്പ് അവിടെ ഇല്ലാതാവുന്നു. പിന്നെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു മുതിർന്ന ഒരു നേതാവിനെ നോക്കിക്കാണാൻ പറ്റുന്നതിൻ്റെ അത് ജോസഫാണ്. പിന്നെ നമുക്ക് അറിയപ്പെടുന്ന നേതാവെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മോൻസാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പം മുന്നോട്ട് പോകുമ്പോഴും പാർട്ടിയെ മുന്നോട്ട് നയിക്കേണ്ടതും ഇനി സ്വാഭാവികമായിട്ടും അപ്പു തന്നെയായിരിക്കും. ജോസഫിൻ്റെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഒരു വാർദ്ധക്യ ജീവിതത്തിലേക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വൈകിയാണെങ്കിലും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നുണ്ട്. ആ എത്തുന്നത് വെച്ചാൽ ഈ 2026 തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിയായിട്ടാണ് സജീവ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇപ്പം ദീപു പറഞ്ഞ പോലെ തന്നെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും അതിനുള്ള തെളിവുകളാണ്. പിന്നെ ഈ ദീപു ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ലീഗിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈഴവ വോട്ടുകളുണ്ട്. ഈഴവ വോട്ടുകളൊക്കെ പലപ്പോഴും കേരള കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട്. ആ മണ്ഡലത്തിൽ തൊടുപുഴ മണ്ഡലത്തിൽ അത്യാവശ്യം ഈഴവ വോട്ടുകളുണ്ട്. പഞ്ചായത്ത് വയസ്സുള്ള റിസൾട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഒരു പഞ്ചായത്തിലും LDF മേൽക്കേ ഉള്ളൂ. ഒരു പഞ്ചായത്തിൽ 2020 മേൽക്കേ ഉള്ളൂ. ഇപ്പം തൊടുപുഴ നഗരസഭയിൽ പ്രതിപക്ഷം BJP ആണെങ്കിലും അവിടെ ചുരുക്കം സീറ്റുകൾ മാത്രമേ BJPക്ക് ഉള്ളൂ. അതൊക്കെയാണ് തൊടുപുഴ സാഹചര്യങ്ങളുള്ളത്. നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ സിറിയക് ചാഴിക്കാടനാണ് തൊടുപുഴയിലേക്ക് വരുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് അപ്പുവിനെ കമ്പയർ ചെയ്യുമ്പം പിന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പം ദീപു പറഞ്ഞ തന്നെ കണക്കുകൾ തന്നെയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമുണ്ട്, തൊടുപുഴയിലെ മണ്ഡലത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട്, വർഷങ്ങളായിട്ട് ജോസഫിനെ വിജയിപ്പിക്കുന്ന മണ്ഡലം എന്നൊരു കാര്യമുണ്ട്, ലീഗിൻ്റെയും അല്ലെങ്കിൽ തന്നെ ജോസഫിന് വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ ജോസ് കെ മാണി വിഭാഗത്തിനോട് ഒരു എതിർപ്പുള്ള ഒരു ഭാഗം നല്ല ആൾക്കാർ കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരുമിച്ചായിരുന്നു, അതിനുശേഷം ഇവർ രണ്ടുപേരും രണ്ട് ഘടകമായി പോയി എന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ജോസഫിൻ്റെ അതേ നിലപാട് തന്നെ ഇവിടെ അപ്പു പുറത്തെടുക്കുന്നുണ്ട്. അതായത് കേരള കോൺഗ്രസ് എം LDF നിന്ന് തിരിച്ച് വരണം ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ. അന്ന് ജോസഫ് എതിർത്ത പോലെ തന്നെ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ LDFിലേക്കുള്ള മടങ്ങി വരവിനെ പരസ്യമായിട്ട് എതിർത്ത് പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പു എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിപ്പം ഒരു തലവേദന ഇല്ലാത്തൊരു പാർട്ടിയിലേക്ക്, മുന്നണിയിലേക്ക് ഇവരെ കൊണ്ടുവന്നിട്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്നാണ് അന്ന് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ ജോസ് കെ മാണി വിഭാഗത്തിനോട് ജോസഫിനുണ്ടായിരുന്ന അതേ നിലപാട് അദ്ദേഹം പുലർത്തുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അതേ പാതയിൽ തന്നെയാണ് മകനുമുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യം വോട്ടർമാർക്കിടയിൽ പ്രതിഫലിക്കും. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് വോട്ടുകൾ അവരുടെ പെട്ടിയിൽ തന്നെ വീഴാൻ സഹായിക്കും. UDFിൻ്റെ വോട്ടുകളും കോൺഗ്രസിൻ്റെ വോട്ടുകളും അവിടെ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യത ഉറപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോസഫിൻ്റെ മകൻ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിയമസഭയിലേക്ക്. അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ അവരെ സംബന്ധിച്ചൊരു നിർണായകമാണ്. പിന്നെ 2026 തെരഞ്ഞെടുപ്പിലോട്ട് വരുമ്പോഴത്തേക്കും മലയോര ജില്ലയാണ്, മലയോര പ്രദേശമാണ്, മണ്ഡലമാണ്. അപ്പോൾ അവിടെ അപ്പുവിന് അനുകൂലമായ സാഹചര്യങ്ങൾ, ജയസാധ്യതയുള്ള കാര്യങ്ങളാണ് നിലവിലത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളത്. ഇപ്പം നമ്മൾ തൊടുപുഴയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. തൊടുപുഴയുടെ റിസൾട്ട് നമ്മൾക്ക് അറിയണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കണം. അപ്പം ആര് ജയിക്കുമെന്ന് അന്നറിയാം.